ഞാൻ CPM വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ വരികയും മറ്റൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തേടുകയാണ്. ആരാണ് ഇടതുപക്ഷം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇന്ന് CPM വലിയ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നതും അത് ജീർണതയുടെ പടുകുഴിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPM വിട്ട് പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ CPM വിട്ട് പുറത്തു പോവുകയും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും തട്ടിക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി അധംപതിക്കുകയും അങ്ങനെ തട്ടിപ്പിൽ നടത്തിയ ആളുകളെ ഈ പാർട്ടി ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നതിന് പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഞാൻ വളരെ കൃത്യമായി ഈ പാർട്ടി വിട്ട് പുറത്തു പോകാൻ തീരുമാനിക്കുന്നത്. അതൊരു സോഷ്യലിസ്റ്റ് പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അത്തരത്തിൽ ഞാൻ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ ആണ് തീരുമാനിച്ചത്. RSP ആണോ? RSPയിലേക്ക് ചേരുക എന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ RSPയിലേക്ക് എത്തുക, അതൊരു മാത്രമല്ല, ഇന്ന് കേരളത്തിലെ UDF ആണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷമെന്ന് കരുതുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഇന്ത്യയൊട്ടാകെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടതുപക്ഷ ഇടപെടലുകൾ ഇന്ത്യയിൽ CPMനോ CPIക്കോ ചെയ്യാൻ കഴിയുന്നില്ല. മറുവശത്ത് കേരളത്തിലാണെങ്കിൽ ശ്രീ VD സതീശൻ നടത്തുന്ന ഇടതുപക്ഷ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ, ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മോദിയുടെ പേരെടുത്ത് വിമർശിച്ചത് ഓർമ്മയായിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ വിചാരധാര ഉയർത്തുന്ന, സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ ചെറുക്കുക എന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ UDF സംവിധാനത്തിനാണ് കഴിയുക എന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് UDFനൊപ്പം ചേരുക എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നത്. ഇപ്പം ഇരവിപുരത്തുകാരനാണ്. ഇരവിപുരത്ത് RSP ഒരു നല്ല സ്ഥാനാർത്ഥിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും ചർച്ചകളോ നടന്നിട്ടുണ്ടോ? അല്ല, ഞാൻ അൺകണ്ടീഷണൽ കാര്യം, എനിക്ക് അങ്ങനെയുള്ളൊരു ബാർഗനിങ് കപ്പാസിറ്റി ഉള്ള ആളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചൊരു ആശയപരമായ നിലപാടിൻ്റെ പ്രശ്നമാണ്